അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സിസ്റ്റം മോഡൽസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ പറയുമ്പോൾ 3 types ഓഫ് മോഡൽസ് ആണ് ഇത്. ഡിസൈൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 3 രീതിയിൽ 3 ടൈപ്പ് ഓഫ് മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ മോഡൽ. ഓക്കെ, ഫിസിക്കൽ മോഡൽ. സെക്കൻഡ് വൺ ഇസ് architectural model. Third one is fundamental model. Okay, അപ്പോൾ ഇതിനകത്ത് ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഫിസിക്കൽ മോഡൽ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, 3 types ഓഫ് മോഡൽസ് ആണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബേസിക് വൺ ഇസ് ഫിസിക്കൽ മോഡൽ. അപ്പോൾ ഫിസിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ക്ലിയർ ആക്കുക, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസും നോട്ട്സും അതിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻസ് എങ്ങനെ ഫിസിക്കലി കണക്ട് ചെയ്തിരിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിസിക്കൽ മോഡൽ. ഇറ്റ് ഡീൽസ് വിത്ത് ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹാർഡ്വെയർ ഡിവൈസസ് വിച്ച് ഇസ് കണക്റ്റഡ് ടു an interlink with a network. It is not bothered about the technology, least bothered about the technology which is being used. അപ്പം എങ്ങനെയാണ് അവർ ഫിസിക്കലി കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മോഡലാണ് ഫിസിക്കൽ മോഡൽ. ഇതിൽ 3 ടൈപ്സ് ഉണ്ട്. അതിൽ 3 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. Early distributed systems. Second one is internet scale distributed systems. Internet scale DS distributed system. Contemporary distributed system. Contemporary DS. Okay, ഇതിൽ 3 types ഓഫ് മോഡൽസ് ഫിസിക്കൽ മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 1 by 1 ഇറ്റ്സ് ലൈക്ക് ഒരു ജനറേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് പഠിക്കുന്ന പോലെയാണ്. ഇപ്പം ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യാം കുറച്ച് ഹിസ്റ്ററിയാണ്, കുറച്ച് ബാക്കോട്ടാണ്, പക്ഷേ നമുക്ക് ഇത് പഠിച്ചേ പറ്റൂ. ഇറ്റ്സ് പാർട്ട് ഓഫ് ആർ സിലബസ്. സിസ്റ്റം മോഡൽസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ ഇൻ ഫിസിക്കൽ മോഡൽ, അതായത് ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണ്, ഇന്റർനെറ്റ് സ്കെയിൽ എന്താണ്, കോണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണ്, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇമേർജ് ഇൻ between 1970s and 1980s. ആ സമയത്ത് വളരെ കുറച്ച് നോഡുകൾ, മേ ബി ഒരു 10 to 100 നോഡ്സ് ബാർ സിസ്റ്റംസ് വെയർ കണക്റ്റഡ് ത്രൂ എ നെറ്റ്വർക്ക്. ഒരു 100 കൂടുതലൊന്നുമില്ല, ഒരു സ്മോൾ ലാൻ വഴി ഒരു 10 to 100 നോഡ്സ് വെയർ കണക്റ്റഡ് ടുഗെദർ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, ഇമർജൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഡിസൈനിൽ വന്നത് 1970s-ലും 80s-ലും ഒക്കെയാണ്. 10 to 100 നോഡ്സ് കണക്ട് ചെയ്തിരുന്നു. ആ 10 to 100 നോഡ്സിലും വിത്ത് ലീസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതേപോലെ ഓരോ നോഡ്സും എല്ലാ നോഡ്സും ഒരേപോലെ ആയിരുന്നുണ്ടായിരുന്നു. അതായത് ദേ വെർ ഹോമോജീനസ്, നോട്ട് ഹെട്രോജീനസ്. നമ്മൾ ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ നോഡ്സിലും ചിലപ്പോൾ ഒന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് വ്യത്യാസം ഉണ്ടാവാം, അതിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആവാം, അത് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് മെത്തേഡ് ഡിഫറെൻ്റ് ആവാം. അങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ഉള്ളതായിരുന്നു ഹെട്രോജിനിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പക്ഷേ ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം തുടങ്ങിയപ്പം എല്ലാ നോഡ്സും ഒരേ പ്രോപ്പർട്ടീസ്, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാവണം എന്ന് നിർബന്ധമായിരുന്നു. കാരണം ഇറ്റ് വാസ് എ സ്റ്റാർട്ടിംഗ് മോഡൽ അല്ലേ. സോ ഇറ്റ് വാസ് ഹോമോജീനസ്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ഹെട്രോജിനസ്, ഇറ്റ് വാസ് ഹോമോജീനസ്. ആൻഡ് ഓപ്പൺനെസ് കുറവായിരുന്നല്ല, ഓപ്പൺനെസ്സേ ഇല്ലായിരുന്നു. വാട്ട് ഇസ് മെൻ ബൈ ഓപ്പൺനെസ്? വി നോ ദ പ്രോപ്പർട്ടി ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഫേസ്ഡ് ബൈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഇസ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പോസിബിൾ ഫോർ അസ് ടു എക്സ്റ്റെൻഡ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. എക്സ്റ്റെൻഷൻസ് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഇവിടേക്കായിട്ട് എഴുതുന്നുണ്ട് നോ ഓപ്പൺനെസ്. ഓക്കെ,
നമ്മൾ എഴുതുമ്പോൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. സോ നോ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലിൻവേസിൽ അപ്ലോഡ് ചെയ്ത് തരും. പഠിക്കാനാകുമ്പോൾ ജസ്റ്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. വാട്ട് ഇസ് ഇൻ ദ ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓപ്പൺനെസ് ഇല്ല, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ബേസ് ലൈൻ മോഡൽ, ഫിസിക്കൽ മോഡൽ. ഓക്കെ, ഇനി വീൽ മൂവ് ടു ദ നെക്സ്റ്റ് കാറ്റഗറി. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദർ ഇസ് നത്തിങ് ടു ബി വെറീഡ്. ഇവിടെ ആകെ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇന്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ എന്താ പറയുക ഒരു യൂസേജ് കാര്യമായിട്ട് വന്നത് ഡ്യൂറിങ് ദ 1990s ആണ്. ഓക്കെ, ആൾക്കാർ യൂസ് ചെയ്യാൻ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1990s അപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ആലോചിച്ച് മനസ്സിലായി ഇൻ്റർനെറ്റ് സ്കെയിൽ, അതായത് കുറേ സിസ്റ്റംസ് എണ്ണം കൂടി. നോട്ട് 10 to 100 നോഡ്സ്, സെവറൽ നോഡ്സ് വെയർ കണക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇൻ്റർനെറ്റ് അത് ഒരു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. അപ്പോൾ എണ്ണം കൂടി. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് മോഡൽ വന്നപ്പോഴേക്കും നമ്മുടെ നോട്ട്സുകളുടെ എണ്ണം കൂടി. കൂടാതെ ഹെട്രോജിനിറ്റി ഇൻ ടേംസ് ഓഫ് നെറ്റ്വർക്ക്, ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻ ടേംസ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസസ് യൂസ്, ഹെട്രോജിനിറ്റി കൊണ്ടുവരാൻ തുടങ്ങി. ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറെൻറ്റ് നോട്ട്സിനെ കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോസിബിൾ ആക്കി. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ചാലഞ്ചും അത് തന്നെയാണ്. അത് പോസിബിൾ ആയത് ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വന്നപ്പോഴാണ്. ഒരു 1990s ഒക്കെ ആയപ്പോഴാണ് ഇത് ഇമേർജ് ചെയ്തത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എണ്ണം കൂടി, കമ്പ്യൂട്ടറുകളുടെ അല്ലെങ്കിൽ നോട്ട്സിൻ്റെ എണ്ണം കൂടി, സിസ്റ്റങ്ങളുടെ എണ്ണം കൂടി. And each system was different in terms of networks, in their connectivity, in their operating system. Heterogeneity കൊണ്ടുവന്നു. openness എന്ന് പറഞ്ഞാൽ it was possible for the developers to extend the system by adding new features and adding new subsystems. അതൊക്കെ വന്നത് സെക്കൻഡ് മോഡൽ വന്നപ്പോഴാണ്. ഓക്കെ, hope it is clear. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് contemporary distributed system. The third type of physical model is contemporary distributed system. Contemporary distributed system. ഇതിൽ മൂന്ന് എമർജൻസ് ഓഫ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്സ് ആയാലും സ്മാർട്ട് ഫോൺസ് ആയാലും ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അല്ലേ. അങ്ങനെ മൂവ് ചെയ്യുമ്പം ദിസ് കമ്പ്യൂട്ടിംഗ് വാസ് പോസിബിൾ. ഓക്കെ, കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അങ്ങനെ മൂവ് ചെയ്യുന്ന ഡിവൈസസിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റും. അപ്പം എമർജൻസ് ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, എമർജൻസ് ഓഫ് യുബീക്വിഷ്യസ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് ആർ ബീങ് എംബഡഡ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസസ് അല്ലേ, വാഷിംഗ് മെഷീൻസ് ഇൻ സ്മാർട്ട് ഹോംസ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി. ദാറ്റ് ഈസ് യുബീക്വിഷ്യസ് കമ്പ്യൂട്ടിംഗ്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് കോണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വരുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എമേർജ് ചെയ്തപ്പം ഡിവൈസസ് ആർ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ദേ ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ലാപ്ടോപ്സ് ഓർ സ്മാർട്ട് ഫോൺസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ കൊണ്ടുവന്നു അവിടെ. പിന്നെ യുബീക്വിഷ്യസ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ എംബെഡഡ്, ലൈക്ക് വാഷിംഗ് മെഷീൻസ്, നമ്മുടെ സ്മാർട്ട് ഹോംസിലൊക്കെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി. with different types of nodes communicating, with heterogeneity, with openness, with scalability, with ഒരുപാട് പ്രോപ്പർട്ടി, സ്കെയിലബിലിറ്റി, നമ്പർ ഓഫ് യൂസേഴ്സും നമ്പർ ഓഫ് റിസോഴ്സും ഒക്കെ കൂടുന്നതിനനുസരിച്ച് മൊബൈൽ കമ്പ്യൂട്ടിംഗ് നമ്മളെ എന്താ പറയുക നമ്മുടെ ഇൻ്റർനെറ്റ് യൂസേജിൻ്റെ ഇതിൽ എന്തെങ്കിലും ഒരു ഡിഗ്രഡേഷൻ വരുന്നില്ല. അപ്പോൾ സ്കെയിലബിലിറ്റി എല്ലാം വന്നു. എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ എല്ലാ ചാലഞ്ചസും ഫേസ് ചെയ്തുകൊണ്ട് മോഡേൺ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, നമ്മൾ വി എക്സ്പ്ലെയിൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആസ് എ സെറ്റ് ഓഫ് ഓട്ടോണോമസ് നോഡ്സ്, ഇൻഡിപെൻഡൻറ്റ് നോഡ്സ് പെർഫോമിംഗ് ദെയർ സർവീസ്. ഇവിടെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നപ്പം ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് നോഡ്സ് വിച്ച് ക്യാൻ പ്രൊവൈഡ് അസ് സെവറൽ സർവീസസ് ടുഗെദർ, ലൈക്ക് വി ക്യാൻ ഹാവ് എ സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ സെർച്ച് എഞ്ചിൻ സർവീസ് ബൈ ഗൂഗിൾ ക്ലൗഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് കോണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം.
Hope these three models are clear to you.